അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 2 ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. മണ്ണാർക്കാട് മണലടിയിൽ ഒരു ദർസ് വിദ്യാർത്ഥി 15 വയസ്സുള്ള മുഹമ്മദ് റിസ്വാന് പള്ളിയോട് ചേർന്നുള്ള ശുചിമുറിയിൽ സ്വയം ജീവനൊടുക്കി എന്നായിരുന്നൊരു വാർത്ത. ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിയണ്ട. ഒരുപാട് ന്യൂസുകൾ ഈ രീതിയിലാണ് വന്നത്. ഒരു പള്ളിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ പള്ളിയിലെ ഉസ്താദുമാരെ പീഡനക്കാരനാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് സംഘപരിവാർ പ്രൊഫൈലുകളിലും അല്ലാത്തൊരു ഉസ്താദുമാരെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടൊക്കെ ഒരുപാട് വാർത്തകളുണ്ടായി. എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? സത്യത്തിൽ ആ സമയത്ത് തന്നെ പോലീസ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിൽ ദുരൂഹതകളൊന്നും ഇല്ല എന്നുള്ളത്. ഞാൻ ഈ വാർത്ത ആദ്യം കണ്ടത് 24 ന്യൂസിലാണ്. അതിലിങ്ങനെ സ്വയം ജീവനൊടുക്കി എന്നായിരുന്നു വാർത്ത ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ന്യൂസ് 8 കണ്ടു. പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്ന മാതൃഭൂമി പത്രത്തിൽ വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു, കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഈ കുട്ടി ഇങ്ങനെയാണ് ശുചിമുറിയിൽ സ്വയം ജീവനൊടുക്കിയതാണ്. സത്യാവസ്ഥ ആർക്കും അറിയണ്ട. ആ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട്. ഒരു ബസ് ഡ്രൈവറോ ബസ് ജീവനക്കാരനായ ഒരാളുടെ മകനാണ് ഈ മുഹമ്മദ് റിസ്വാൻ. ഒരു പള്ളി ദർസിൽ പഠിക്കുന്നു, സമീപത്തൊരു സ്കൂൾ നെല്ലിപ്പുഴ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയണ്ട. ആ മണ്ണാർക്കാടുള്ള ചില ചാനലുകൾ പോലും, പ്രാദേശിക ചാനലുകൾ പോലും സത്യം അറിയാതെയാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഈ കുട്ടി സ്വയം ജീവനൊടുക്കിയതല്ല, ഈ കുട്ടിക്ക് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാ. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നു. കുട്ടി ബാഗ് കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ യൂണിഫോമിൽ അങ്ങനെ ശുചിമുറിയിൽ പോയി. അപ്പോൾ ഈ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ്, ബെൽറ്റ് ഊരി കഴുത്തിൽ അങ്ങനെ ഇതിലങ്ങനെ ഇടും. അങ്ങനെ ഇട്ട് കുട്ടി അവിടെ പോയി. കാരണം ബാത്റൂമിൽ പോകണമെങ്കിൽ ബെൽറ്റൊക്കെ ഊരണമല്ലോ. അത് ചെയ്ത് ആ കുട്ടി അവിടെ കുഴഞ്ഞു വീണു. അവന് വരുന്നത് കാണാതിരുന്നിട്ട് കൂട്ടുകാർ തുറന്ന് നോക്കുമ്പോഴാണ് ഈ കുട്ടി അവിടെ മരിച്ചതിന് കാണുന്നത്. അപ്പം മേ ബി എല്ലാ ഹോസ്പിറ്റലുകാരും സംശയം പ്രകടിപ്പിക്കും, കാരണം അവരത് കാണുന്നില്ലല്ലോ. പക്ഷേ ഈ തെറ്റ് തിരുത്താൻ എന്താണ് മാധ്യമങ്ങൾ തയ്യാറാവാത്തത്? പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടി കഴുത്തിൽ ഇത് മുറുക്കിയതിൻ്റെ പാടുകളോ, ഇതിങ്ങനെ തൂങ്ങുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില അടയാളങ്ങളൊക്കെ വേണ്ടേ? ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, ഒരു അറ്റാക്കാണ്, അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് ആയിട്ടാണ് മരണപ്പെട്ടതെന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ട് കുറച്ചുകൂടി ആഴ്ചകൾ എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 24 ആണെങ്കിലും റിപ്പോർട്ടർ ചാനലാണെങ്കിലും മാതൃഭൂമി പത്രമാണെങ്കിലും ഇതിലെല്ലാത്തിലും എന്തിന് മണ്ണാർക്കാടുള്ള ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചാൽ സത്യാവസ്ഥ അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മണ്ണാർക്കാട് ലൈവ്, ഇങ്ങനെയുള്ള ചാനൽ, മലബാർ ന്യൂസ്, ഇതിലൊക്കെ വരുന്നത് എന്താണ്? ഈ കുട്ടി സ്വയം ജീവനൊടുക്കി എന്നുള്ളതാണ്. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, സ്വർഗത്തിലൊരു സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ മുസ്ലിം മതസ്ഥാപനങ്ങളോടൊക്കെ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് അവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറയുന്ന ആളുകളുടെ വിഭാഗക്കാരുണ്ട്. മുസ്ലിം സ്ഥാപനങ്ങളിൽ എന്ത് സംഭവിച്ചാലും അതിലൊക്കെ ദുരൂഹത കാണാം. ഈ കർമ്മ ന്യൂസിലും ചാണക്യ ന്യൂസിലും ജനം ടി വിയിലൊക്കെ വാർത്തകൾ വന്ന് നിങ്ങൾ കണ്ടോ? അതിലൊക്കെ പറയുന്നത് പള്ളിയിലാകെ പീഡനങ്ങൾ നടക്കുകയാണ്. എവിടെ ബാലാവകാശ കമ്മീഷൻ, എവിടെ DYFI, എന്താ മാർച്ച് അടക്കുക? അതായത് ഇന്ന് മാർച്ച് അടക്കണം എന്തിനാണ്? ഒരാൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടതിന്. അപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരോ ഏതോ ഭാഗത്തൊരു കോളേജ് വിദ്യാർത്ഥിനി, വണ്ടൂരുള്ളൊരു വിദ്യാർത്ഥിനിയാണ് കോളേജ് വിട്ട് വരുന്ന സമയത്താണ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്തത്? കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ വെറുതെ പടച്ചു വിടുന്ന ഒരു സംശയം വരുമ്പോഴേക്ക് അങ്ങോട്ട് പടച്ചു വിടുക. ആ കുട്ടിയെ കുറിച്ച് തന്നെ ഉസ്താദുമാർ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ചെറുക്കം മരിച്ചു പറഞ്ഞില്ലേ ഒരു കുട്ടി. അതിപ്പോ അമ്മാവൻ പറഞ്ഞേ, അത് കുട്ടി സ്കൂളിട്ട് വന്നിട്ട് ബാഗ് തുറക്കാരെടുത്ത് കൊടുത്തിട്ട് ഓനങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അരിയുന്ന ബെസ്റ്റ് ഊരിയിട്ട് കൗത്തിലിട്ടിട്ട് അങ്ങനെ ബാത്റൂമിൽ ഇരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവനെ കാണാഞ്ഞിട്ട് ഒരു വാതിൽ ചവിട്ടി പൊളിച്ച് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് എത്തിയ പിന്നെ ഒരു വിടൂലല്ലോ. അപ്പോൾ പോലീസുകാരും കണ്ടോലും എല്ലാവരും പറഞ്ഞ തരത്തിൽ ഇങ്ങനെ ആത്മഹത്യ, ഒരു മുറിയോ കാലിയോ ഒന്നുമില്ല, ബെൽറ്റ് കുടുങ്ങിയിട്ടില്ല കൗത്തിൽ. ഇപ്പോൾ സാധാരണ കുട്ടികളല്ലേ, ഓല് അങ്ങനെ ചെയ്തിട്ടുണ്ടോ, വരി നയിച്ചിട്ട് അങ്ങനെ കൗത്തിലിട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടോ, അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ എത്ര വന്ന് അറ്റാക്കാണ്. പോലീസുകാരും ഒക്കെ പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ ഇത് ആത്മഹത്യ ഒരിക്കലും അല്ല, ഇങ്ങനെയാണുള്ളത്, അങ്ങനെ സംഭവം എന്നാ പറയുന്നത്. അപ്പോൾ കുട്ടി മരണപ്പെട്ടത് പള്ളിയോട് ചേർന്ന ശുചിമുറിയിലാണ്, തലപ്പാവ് ധരിച്ച കുട്ടിയാണ്. എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു മരണമാക്കുമ്പോഴാണല്ലോ ഈ ചാനലുകൾക്ക് താല്പര്യം എന്താണെന്നറിയോ? ആളുകളെ തമ്മിൽ മതപരമായിട്ട് തല്ലുകൂടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക, എന്നിട്ട് കിട്ടുന്ന കുറേ കമൻറ്റുകൾ വാരിക്കൂട്ടിയിട്ട് തിന്നുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് 24, നിങ്ങളൊക്കെ വലിയ എത്തിക്സ് ഉള്ള ചാനലല്ലേ. ന്യൂസ് 8, വലിയ മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നില്ലേ? ഇതൊരു സ്ഥിരീകരണം വരുമ്പോഴേക്ക് എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്? 2 ദിവസം വൈകിയാലും വേണ്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് റിപ്പോർട്ട് വരുന്നതിന് മുൻപ് ഇതിനൊരു ദുരൂഹത ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ പഠിക്കുന്നവരൊക്കെ ഇങ്ങനെയാണ്,
പള്ളിയിൽ പഠിക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ്, അവർക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന ആളുകളൊക്കെ തന്നെയാണ്, അതിൽ ആർക്കും സംശയമില്ലല്ലോ. പക്ഷേ പള്ളികളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന രീതി അതാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മളെ ദർസിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു കുട്ടി 2-3 കാരണങ്ങൾ കൊണ്ട് ആ ദർസിലേക്ക് പറഞ്ഞേക്കുക. ഒന്ന്, കുട്ടികൾക്ക് ഇഷ്ടമാണ് ദർസിൽ പോയി പഠിക്കാൻ. ഞാനും അങ്ങനെ ദർസിലേക്ക് പോയത്. ഞാൻ ആദ്യം പഠിച്ചൊരു ദർസ്, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ വല്യമ്മാക്കായിരുന്നു എൻ്റെ ആഗ്രഹം എന്നെ ദർസിൽ കൊണ്ടാക്കണം. ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ സമയത്താണ് എന്നെ വാടാനപ്പള്ളിയുള്ള ദർസിൽ കൊണ്ടാക്കുന്നത് എൻ്റെ വല്യമ്മ. എന്നിട്ട് ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഞാൻ ദർസ് അന്വേഷിക്കാൻ പോയതാണ്. എൻ്റെ വല്യമ്മക്കൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ പൊന്നു മോന്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ വല്യമ്മാരെ കാലൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടോ. അങ്ങനെ പണ്ടൊക്കെ കുറേ ഉമ്മാരും വല്യമാരൊക്കെ തൻ്റെ പേരക്കുട്ടികളെയും മക്കളൊക്കെ ഒരു മുതല്ലിമാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കൊണ്ടാക്കുക. 3 ദിവസം കഴിഞ്ഞാൽ വരുന്നത് ആ പാടത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരണേ കാണുമ്പോൾ എൻ്റെ വല്യമ്മ കരയോ അത്രേ. എൻ്റെ മോനെന്താ കാണാത്തത്? എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞതാണ് അതൊക്കെ. പാവം വല്യമ്മ മരണപ്പെട്ടു, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. എന്നെ ദീന് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു വല്യമ്മയായിരുന്നു അവർ. ആ വാടാനപ്പള്ളിയിൽ ഞാൻ ആ ദർസ് കാലം എന്ന് പറഞ്ഞാൽ സുന്ദരമാണ്. അവിടെ ഈ പ്രശ്നങ്ങളും പഠിക്കാത്തതിന് അടിയൊക്കെ കിട്ടും. പക്ഷേ എല്ലാവരും നമ്മൾ സോഷ്യൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാലം. നമ്മൾ കോളേജ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളായതുകൊണ്ട് നമ്മളവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന ഒരു കോളേജിൽ പോയിട്ട് അൽനൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വാടാനപ്പള്ളിയിൽ. ഇപ്പം ഇന്ന് എനിക്ക് വാടാനപ്പള്ളി കാണുമ്പോൾ എൻ്റെ പഴയ ദർസ് കാലം ഓർമ്മ വരും. ഒരു വർഷത്തെ അവിടുത്തെ ദർസ് കാലം കഴിഞ്ഞപ്പോൾ ആ ഉസ്താദിന് അവിടുന്ന് ജോലി മിസ്സായപ്പോൾ പിന്നെ ചാവക്കാട് അഞ്ചങ്ങാടിയിലാണ് പിന്നെ ആ ദർസ് ഉണ്ടായത്. ഉസ്താദ് ദർസ് അങ്ങോട്ടേക്ക് മാറി, അവിടെയും ഞാൻ പഠിച്ചു. അപ്പോൾ ആ ദർസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കത് കേൾക്കുമ്പോൾ ഈ മുത്തഅല്ലിമീങ്ങൾ എന്നൊക്കെ തലപ്പാവ് ധരിച്ച ആളുകൾ എന്ന് കാണുമ്പോൾ റെസ്പെക്റ്റാണ്. കാരണം നമ്മൾ അതിലൂടെ തലപ്പാവ് ധരിച്ച് നടന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഒക്കെ തന്നെ ചുരു വരും. തലയൊക്കെ വലിയൊരു കറലാവി തലയെക്കെട്ടൊക്കെ കെട്ടി ഒരു കണ്ണാടൊക്കെ ഇട്ട്. അന്ന് എനിക്കൊരു കണ്ണാടൊക്കെ ഉണ്ടായിരുന്നു, കണ്ണിനെന്തോ തലവേദനയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഒരു വർഷം ഞാൻ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ പഠിച്ചു. അപ്പോഴേക്കും എൻ്റെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഡ്രോപ്പായി, അതൊക്കെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ദർസ് മാത്രമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം. അങ്ങനെയാണ് പിന്നെ ഞാൻ ചെറവല്ലൂരിലെ, മലപ്പുറം ജില്ലയിലെ ചെറവല്ലൂരിലുള്ള ഇന്നത്തെ സമസ്തയിലെ കേന്ദ്ര മുഷാവറ അംഗം എം ഇസ്മായിൽ മുസ്ലിയാർ എന്ന മഹാഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോഴും ദർസിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതും പഠിക്കുന്നതും. അവിടെ 2 വർഷമൊക്കെ പഠിച്ചപ്പോഴാണ് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള പ്രീ ഡിഗ്രി ആ ലെവലിലേക്ക് നമ്മൾ വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നു. പിന്നെ കോളേജിലേക്ക് പോകുന്നതൊക്കെ. പക്ഷെ അപ്പോഴാ ദർസിൻ്റെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചില്ല. നമ്മൾ ആ ദർസിൻ്റെ ഭാഗത്തോടു കൂടി കക്കടിപ്പുറത്ത് ദർസിൽ വന്നിട്ട് സയ്യിദ് ഉസ്താദ്, ഫൈസി ഉസ്താദ് ആ ദർസ് പഠനമൊക്കെ പൂർത്തീകരിച്ചു. പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഹൈദരാബാദ് ജാമിയ നിസാമിയിൽ പോയിട്ട് നിസാമി ബിരുദം വാങ്ങി. നമുക്കൊരു മതബിരുദം ആവശ്യമാണല്ലോ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനെങ്കിലും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ നിസാമിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു MA ആയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ കാമിൽ പൂർത്തിയാക്കിയത്. അപ്പോഴേക്കും ഇവിടെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ഒരു ലെവലിൽ BA PG ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ അധ്യാപകനും കോളേജ് അധ്യാപകനൊക്കെ ആയിട്ട് മാറിയപ്പോൾ ദർസ് എന്ന് പറയുന്നത് ആൾക്കാരെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട് ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാൻ ചാനലുകാർ ബോധപൂർവ്വം ഉണ്ടാക്കണം. അതിന് ഈ കുട്ടി എന്തിനാണ് നിങ്ങൾ കരുവാക്കുന്നത്? എന്തായാലും ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത നല്ല നല്ല ചാനലിൽ വന്നാൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കാലമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പള്ളി ദർസിലുണ്ടെങ്കിൽ ഉസ്താദുമാർ പീഡിപ്പിച്ചതാണ്, അല്ലെങ്കിൽ വേറെ എന്താണ് വേറെ ഓരോരുത്തർ പറയാണ് ബെൽറ്റ് ഇട്ടിട്ട് എങ്ങനെ കുട്ടി ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തോ ഉസ്താദന്മാരെന്തോ ചെയ്താണ്, എന്തോ ചെയ്തത്. അതിനിവിടെ നിയമങ്ങളും പോലീസും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിനുണ്ടെങ്കിൽ ഇങ്ങനെയാണോ സംഭവം ഉണ്ടാവുക? അപ്പോൾ എന്തെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ പടച്ചുവിടലോ കണ്ണടച്ച് വിശ്വസിക്കലോ അല്ല, സത്യാവസ്ഥ അറിയാം. 2 ദിവസം വൈകാരമല്ല നമ്മൾ ഈ വിഷയങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതൊരിക്കലും കുട്ടി ഇങ്ങനെ ചെയ്തതല്ല. ആ കുട്ടിക്ക് അറ്റാക്കായിട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് എന്താ സംഭവം, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് വരുന്നത്? കോവിഡ് വാക്സിൻ്റെ പ്രശ്നമാണോ? അതിനാണ് പറഞ്ഞ് നടത്തേണ്ടത്, അല്ലാതെ ഉസ്താദുമാരുടെയും പള്ളി ദർസിൻ്റെയും മെക്കെട്ടുകാരിലല്ല വേണ്ടത്. നമ്മൾ ഇന്നലെ ചോദിച്ചതിൻ്റെ ഉത്തരം ദാവൂദ് നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നാളെ കേരളപ്പിറവിയാണ്. നിങ്ങൾ ഓരോ ജില്ലകളുണ്ടാവുമല്ലോ, നിങ്ങളുടെ ജില്ല അല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല ഏതാണെന്നുള്ളതാണ്. അപ്പം ഞാൻ മലപ്പുറം ജില്ലയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജില്ല കാസർഗോഡ് ജില്ലയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജില്ല എഴുതുക, ഞാൻ ഇന്ന ജില്ലക്കാരാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജില്ല, മറ്റൊരു ജില്ല കേട്ടോ, നിങ്ങളുടെ ജില്ല അല്ലാത്ത മറ്റൊരു ജില്ല ഇഷ്ടമാണെങ്കിൽ ആ ജില്ലയുടെയും കൂടി പേര് എഴുതുക. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ കാസർഗോഡ് നല്ല സുന്ദരന്മാരും സുന്ദരികളും നല്ല സ്ഥലങ്ങളും, എനിക്കെന്തോ കാസർഗോഡ് ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉപ്പയുടെ ഫ്രണ്ട്സൊക്കെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള പല ഫ്രണ്ട്സൊക്കെ എൻ്റെ ഉപ്പ ഗൾഫിലാകുമ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഈ കാസർഗോഡ് എന്നുള്ളൊരു ആ ഒരു വേർഡ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയതാവാം. എന്തോ എനിക്ക് കാസർഗോഡ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാസർഗോഡുണ്ട്, നമ്മുടെ ചാനൽ കാണുന്നവർ കാസർഗോഡുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജില്ല കാസർഗോഡാണ്. അങ്ങനെ നിങ്ങളുടെ ജില്ല അല്ലാത്ത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജില്ല ഏതാണെന്നാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. എഴുതുമ്പോൾ നിങ്ങൾ ജില്ല എഴുതണം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല എഴുതണം.
ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.